ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ കാലമായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു പുതുതായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, പുതിയ ഒരു നല്ല ഒരു കണ്ടന്റ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഞാൻ നമ്മൾ ഹാർബറിൽ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഹാർബറിൽ വരുന്ന സമയത്ത് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയപ്പെടാത്ത ഒരു ചെറിയൊരു കിഡ്സ് പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ പാർക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക, വലിയ വിശാലമായിട്ടുള്ള പാർക്കൊന്നുമല്ല, എന്നാൽ ഈവനിങ്ങിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ. നമ്മളെ ചോമ്പാൽ ഹാർബറിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വരുന്ന കേട്ടോ. അപ്പം നമ്മൾ ചോമ്പാൽ ഹാർബറിലേക്ക് പോകുന്നതിൻ്റെ ഹാർബർ കയറുന്നതിൻ്റെ ആ എൻട്രൻസിൻ്റെ കുറച്ച് ബാക്കോട്ടായിട്ട് വലത്തോട്ടൊരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആ റോഡിൻ്റെ ലാസ്റ്റാണ് നമ്മളെ ഈ ഒരു പാർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ നമ്മളെ കാണുന്നുണ്ടോ, കാറ്റാടി മരങ്ങളും അതുപോലെ തന്നെ ചെറിയ പാർക്കുകളും പിന്നെ കുറേ വള്ളങ്ങൾ ഇങ്ങനെ സൈഡാക്കി വെച്ചൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു വ്യൂ ആട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ആംബിയൻസ് കേട്ടോ. പിന്നെ ഈ പാർക്കിൽ എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കൊണ്ടുവരാനുള്ള ഇഷ്ടംപോലെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതായത് സ്കൂളിൽ നിന്ന് ടൂർ പോകാനായിട്ട്. കാരണം ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു ആംബിയൻസ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും തോന്നുന്നത്, എനിക്ക് തോന്നുന്നത് കുട്ടികളൊക്കെ കൊണ്ട് ഇവിടെ ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഏകദേശം 4 മണി 3:30-4 മണി ആയ സമയത്താട്ടോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. കറക്റ്റ് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ അടിപൊളി സ്പോട്ടാട്ടോ. സൺസെറ്റൊക്കെ കാണാനുള്ള അടിപൊളി സ്പോട്ടാണ്. നമ്മൾ സൺസെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് ശേഷം കുട്ടികൾ കാര്യങ്ങൾ കളിക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതാട്ടോ നമ്മളെ ചോമ്പാല തീരം, ക്രൈസ്റ്റ് ട്രീ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത് കൈറ്റ് ട്രീ ചിൽഡ്രൻസ് പാർക്ക്, ചോമ്പാല ഹാർബർ. ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെയൊക്കെ വണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാറ് കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തും കേട്ടോ. നമ്മളെ വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിൽ വള്ളങ്ങൾ അങ്ങനെ റിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ വള്ളങ്ങളെല്ലാം റിപ്പയർ ചെയ്യുന്നുണ്ട്. അമ്മേ ദേവി ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ്. അതൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുന്നത്. ഇവിടെ നിന്ന് വെച്ചാൽ അടിപൊളി സ്പോട്ടാട്ടോ. ഇവിടുന്ന് വള്ളങ്ങൾ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ വള്ളങ്ങൾ റിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് നടന്നിട്ടാ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്കൂൾ കുട്ടികളുണ്ട് കേട്ടോ പാർക്കിനുള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഊഞ്ഞാല് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഉരി കളിക്കുന്ന സാധനം, പിന്നെ സ്റ്റേജ്, ഇരിക്കാനുള്ള സെറ്റപ്പ്, അങ്ങനെ കുറേ സംഭവമുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ അവരെ പ്രൈവസിയിൽ നമ്മൾ കഴിയുന്നുണ്ട്. അവരിങ്ങനെ ഒരുപാട് കളിക്കുന്നുണ്ട്. പിന്നെ ലവേഴ്സ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ പാർക്കിൻ്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല. ലവേഴ്സ് ഇഷ്ടംപോലെ ലവേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു വള്ളപ്പൊരയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അത് ഈ വലിയ ബോട്ടുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലം തോന്നുന്നു ആ കാണുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ തീർച്ചയായിട്ടും തൊട്ട് മുന്നേ ഇവിടെ നമ്മൾ പണി വർക്ക് ചെയ്തുകൊണ്ട് കയറുക. അപ്പോൾ എന്തോ സാധനം എടുക്കാനായിട്ട് പോയതെന്ന് തോന്നട്ടാ. അതുപോലെ ആദ്യമായിട്ടാട്ടോ നമ്മളെ വള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസ് കണ്ട. ഇതാന്ന് തോന്നുന്നു ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു. ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതിയ ഫൈബർ ചെയ്താണ്. പുതിയ ഫൈബർ ചെയ്താണ് കേട്ടോ. പുതിയ ഫൈബർ ചെയ്ത് എടുത്തേണ്ടിരിക്കുന്നത്. പിന്നെ കടലിതാ തൊട്ടടുത്ത് തന്നെ കേട്ടോ കടൽ. കേട്ടോ നമ്മൾ ധ്യാനസും നേദിക്കും പിന്നെ ആയമൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങോട്ട് വെളിച്ചത്തിൻ്റെ പ്രശ്നം കേട്ടോ. ഇവിടെ വലിയ തിരവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കുട്ടികളൊക്കെ ഇറക്കി വിട്ട് കളിക്കാം. പക്ഷെ കടലിലേക്ക് ഇറക്കി വിട്ട് ഞങ്ങൾ കളിക്കുന്നില്ല. അവർ ഇവിടെ നിന്നാട്ടോ കളിക്കുന്നത്. ഇതാണ് നമ്മളെ ഹാർബറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞേട്ടാ. എന്താ ക്ലോസറ്റാ? അപ്പോൾ ഇതൊക്കെ ഹാർബറിൻ്റെ സൈഡാണ് കാണുന്നത്. അതങ്ങനെ തന്നെ ഹാർബറാണ്. പിന്നെ വലിയ എന്താ പറയുക, നമുക്ക് വലിയ ശക്തിയുള്ള തിരവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
കുട്ടികളൊക്കെ ഉണ്ടോ അവിടുന്ന് കടലിൻ്റെ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ട്. നല്ല അടിപൊളി സൈറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ ഒരു മരത്തിന്റെ കണ്ട ഭയങ്കര ബ്യൂട്ടി ആട്ടോ. ഈ മരത്തിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഫുള്ള് മരത്തിന്റെ നല്ല ലുക്കാട്ടാ. നേരത്തെ പറഞ്ഞ ലവേഴ്സ് പിന്നെ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും കേട്ടാ. ഈ പറയുന്ന മേലെ കൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് അങ്ങ് വരെ പോകട്ടോ. അപ്പൊ നമ്മള് സൺസെറ്റ് ഒക്കെ കണ്ടിട്ടായിട്ട് പോകുന്നല്ലോ. അല്ല മറ്റൊരു വെള്ളം കണ്ട കാവിലമ്മ എന്ന് പറയുന്ന വെള്ളം കേട്ടോ. ഇതിപ്പോ ഇതിന്റെ പണി കഴിച്ച് വെച്ചാന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ ഫൈബറെല്ലാം കഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇത് ഫൈബറിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് തോന്നുന്നു. ഇതുപോലത്തെ ഒരു വെള്ളം. ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റഡി ടേബിൾ ഇരിക്കുന്ന. സ്റ്റഡി ആയിക്കോ. അറ്റൻഷൻ. എങ്ങനെ ഈ ഫോട്ടോ പോസ് ചെയ്യുന്നപ്പോ എടുക്കാം. നല്ല ചിരിക്കേ. കൂളിംഗ് ഗ്ലാസ് എടുത്ത് നിങ്ങൾ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് വണ്ടിയിൽ എടുത്തോ. റെഡി പോസ് എന്നോ റെഡി ചിരിക്കണേ. അപ്പോൾ മച്ചമരം നമ്മൾ നേരെ പാർക്കിൽ നിന്ന് നേരെ തിരിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ ഊരാളുങ്കൽ സൊസൈറ്റീൻ്റെ ബാഗ്ബണാൻ്റെ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി കാര്യമായിട്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഏതായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, ഔട്ടിംഗ് ആയിട്ട് ഇറങ്ങിയല്ലേ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിൽ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാ. ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് നമ്മൾ ബാഗ്ബണാൻ്റെ പാർക്കിലാണ് ഉള്ളത്. അപ്പോൾ വണ്ടി ഇവിടെ നമ്മൾ സൈഡാക്കിയിട്ടുണ്ട്. കുട്ടികളും അതുപോലെ ആതിരയും ജിത്തിയൊക്കെ നേരെ നമ്മൾ പാർക്കിൽ കളിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ രാവിലെ എക്സസൈസ് ചെയ്യാനുള്ള കുറേ ടൂൾസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു നമ്മളെ മുട്ടായി തെരുവിൻ്റെ ഒരു സ്ട്രീറ്റ് പോലെയാണ് സംഭവം. പക്ഷേങ്കിൽ കടകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് എന്താക്കുന്നില്ല, മുഷിപ്പിക്കുന്നില്ല, നമുക്ക് വിഷ്വൽ കാണാം കേട്ടോ. അപ്പോൾ കാണുന്നുണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രീറ്റ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതുപോലെ എക്സസൈസ്, രാവിലത്തെ എക്സസൈസ് ചെയ്യാനുള്ള ടൂൾസ് കേട്ടോ. രാവിലത്തെ എക്സസൈസ് ചെയ്യുന്നു. ജാനൂസ് പിന്നെ വലിഞ്ഞേറ്റത്താണ് വേണ്ടതാ, അതിൻ്റെ കൂടെ വലിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. നമ്മളിത് കുറേ നേരം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങിയടിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.